സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കി തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ്. കൈക്കൂലി കേസിൽ പ്രതിയായതോടെ സിപിഎം രാജി ആവശ്യപ്പെട്ടെങ്കിലും സനീഷ് ജോർജ് വഴങ്ങിയിട്ടില്ല. നേതൃത്വം അറിയാതെ വൈസ് ചെയർപേഴ്സണെ ചുമതലയേൽപ്പിച്ചതും പുതിയ രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമെന്നാണ് സൂചന. വിജിലൻസിൽ ഹാജരാകാൻ നോട്ടീസ് നൽകിയെങ്കിലും ചെയർമാൻ ഹാജരായിട്ടില്ല. തൊടുപുഴയിലെ സ്വകാര്യ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനായി 1 ലക്ഷം രൂപ കൈപ്പറ്റുന്നതിനിടെയാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ CT അജിയെയും ഇടനിലക്കാരൻ റോഷനെയും വിജിലൻസ് പിടികൂടിയത്. നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് കേസിലെ 2ാം പ്രതിയാണ്. വിജിലൻസ് കേസെടുത്തതിന് പിന്നാലെ വിശദീകരണം തേടിയ CPM ജില്ലാ നേതൃത്വം രാജി ആവശ്യപ്പെട്ടെങ്കിലും സനീഷ് ജോർജ് വഴങ്ങിയിട്ടില്ല. ആദ്യം രാജിസന്നദ്ധത അറിയിച്ച ചെയർമാൻ പിന്നീട് മലക്കം മറിഞ്ഞത് പുതിയ രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായാണെന്നാണ് സൂചന. അദ്ദേഹം പാർട്ടി ജില്ലാ സെക്രട്ടറി അടക്കം സംസാരിച്ച ഘട്ടത്തിൽ രാജിവെക്കുമെന്ന് തന്നെയാണ് നമ്മൾ അറിയിച്ചിട്ടുള്ളത്. അത്തരത്തിലൊരു ആരോപണം ഈ വിഷയം വന്നതിന് ശേഷം ഉയർന്നു വന്ന മുൻപ് BJP എയെ തടഞ്ഞു വെക്കുകയും പരാതി രേഖാമൂലം നൽകുകയും ചെയ്തിരുന്നതാണ് വിഷയം. എയ്ക്കെതിരെ CPM പരാതി കൊടുത്തിട്ടുണ്ട്. CPMന്റെ കൗൺസിലർമാരെല്ലാം പരാതി കൊടുത്തിട്ടുണ്ട്. വിജിലൻസിലടക്കം പരാതി കൊടുത്ത നിരവധി മിനിമതു അടക്കം സബീന ബിഞ്ചു കൗൺസിലർമാരെല്ലാവരും CPMന്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടക്കം കൗൺസിലർമാർ നിരവധി തവണ പരാതി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരായ സമരത്തിൽ ഞങ്ങളടക്കം പ്രതികളും. ചെയർമാൻ അടക്കം അന്ന് ചേർന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പോലും ഇദ്ദേഹം അഴിമതിക്കാരനാണെന്ന് പറഞ്ഞു. അദ്ദേഹം പറയാൻ പാടില്ലാത്തൊരു വാക്ക് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അദ്ദേഹം അഴിമതിക്കാരനാണ്, ഈ അഴിമതിക്കാരനാണ്, പണം കൊടുത്താലേ കാര്യം നടക്കുള്ളൂ എന്ന് പറഞ്ഞതാണ് തെറ്റ്. നവകേരള സദസ്സിനടക്കം പലരിൽ നിന്നായി പണം പിരിച്ചെന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. രാജിവെക്കേണ്ടി വന്നാൽ ഇതടക്കമുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്ന മുന്നറിയിപ്പും സനീഷ് ജോർജ് പാർട്ടി നേതൃത്വത്തിന് നൽകിയെന്നാണ് വിവരം. നഗരസഭാ ഭരണം നിലനിർത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് CPM. അങ്ങനെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങളെന്തൊരു സമ്മർദ്ദത്തിലാണോ? എന്ത് പറയുന്ന നവകേരള സദസ്സിന് 10 ലക്ഷം രൂപ ചെയർമാൻ എവിടെ നിന്ന് എടുത്തത്? ചെയർമാൻ എന്റെ സംഘാടക സമിതിയുടെ ഭാരവാഹിയായിരുന്നു. ആ ഭാരവാഹിയായ കൂട്ടായി നിന്ന് ഇവിടുന്ന് ആയിട്ട് ആളുകളിൽ നിന്ന് പണം കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തെളിയിക്കട്ടെ. പിന്നെ തെളിയിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, പത്രസമ്മേളനം എന്തുകൊണ്ടും നടത്തിക്കോട്ടെ, നടത്തി തെളിയിക്കണമല്ലോ. ഞങ്ങളുടെ അറിവില്ല. പിന്നെ CPMന് ചെയർമാനെ ഉപയോഗപ്പെടുത്തി പണം പിടിക്കേണ്ടി വരും എന്ന് പറയുന്ന സാഹചര്യം എന്തായാലും കേരളത്തില് സംഘാടക സമിതി ചെയർമാൻ അയാളല്ലായിരുന്നു. പക്ഷെ സംഘാടക സമിതി MLA സഹകരിക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു ഭാരവാഹിയാണ്. കോൺഗ്രസ് വിമതനായി വിജയിച്ച സനീഷ് ജോർജിനെയും മുസ്ലിം ലീഗ് സ്വതന്ത്രയായി വിജയിച്ച ജെസി ജോണിയെയും ഒപ്പം ചേർത്താണ് LDF നഗരസഭ ഭരണം പിടിച്ചത്. ജെസി ജോണിയെ പിന്നീട് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കോടതി അയോഗ്യയാക്കിയിരുന്നു. 35 അംഗ ഭരണസമിതിയിൽ LDFന് 14ഉം UDFന് 12ഉം BJPക്ക് 8ഉം അംഗങ്ങളാണ് നിലവിലുള്ളത്. അതേസമയം വിജിലൻസിൽ ഹാജരാകാൻ പറഞ്ഞ് നഗരസഭാ ചെയർമാനെ നോട്ടീസ് നൽകിയെങ്കിലും ചെയർമാൻ ഹാജരായിട്ടില്ല. ചെയർമാൻ നഗരസഭയിൽ 15 ദിവസത്തെ അവധിക്കും അപേക്ഷ നൽകിയിട്ടുണ്ട്. News 18 ഇടുക്കി. ചേലക്കരയിൽ